സുഗണ്ട ഇന്നൊരു മൂഞ്ചിപ്പോയ ദിവസം ഗൈസ്. എല്ലാം മൂഞ്ചിപ്പോയി ഗൈസ്. അടപ്പടലും മൂഞ്ചി ഇരിക്കണ ഇരുത്തം കണ്ടില്ല. മൂഞ്ചി ഇരുത്തം എന്തായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും എന്തൊക്കെയായിരുന്നു എല്ലാം പോയി ഗൈസ്. സങ്കടം ഉണ്ടോ? എടാ ഇന്നും ഉണ്ടാത്ത എന്ത് പറ്റി? ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 5:55 കേട്ടോ. ഒന്നൂടെ 5:55 ആയിട്ടുള്ളൂ. രാവിലെ ഒന്ന് പുലർച്ചെയാണ് ഉണ്ടാ 5:55 കാണണ്ട. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണം. നമ്മളതല്ല, നമ്മളിവിടെ റെസിഡൻസ് ആണ്. അപ്പോൾ നിസാമിൻ്റെ വൈഫിൻ്റെയും കുട്ടിയുടെയും വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമാനി പോകട്ടോ. പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ പാസ്പോർട്ടൊക്കെ എടുത്ത് നമ്മൾ കൈ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 5:16 ആയിക്കുന്നുണ്ട്. ഇപ്പോൾ 34 ഡിഗ്രിയാണ്. അപ്പോൾ ഗോർഫ്ഖാനിൽ നിന്ന് ഏകദേശം നമുക്ക് ഹത്ത ബോർഡർ വഴിയാണ് നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടിക്ക് പോവാം. അപ്പോൾ ഏകദേശം നമ്മളിതൊരു 1.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. അപ്പം നമുക്ക് പോണ വഴിയിൽ വിശേഷങ്ങൾ പറഞ്ഞു പോട്ടോ. നിസാം എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓരോ പോലത്തെ ഷർട്ട് ഇടരുത്. കളർ ചേഞ്ച് ആണെങ്കിൽ ഓരോ ക്വാളിറ്റി ഡ്രസ്സ് ഇടരുത്. ഞാൻ പറയും പല പ്രാവശ്യം പറയും. ഇതെനിക്ക് വേറെ വല്ല മോഡൽ ഷർട്ട് തന്നില്ലേ? ഇതാണ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത. അങ്ങനെ വീണ്ടും നമ്മളെ സ്പൾബർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇരുട്ടാണ്. ലഭിക്കട്ടെ സാം കുറച്ച് എങ്ങനെ വാ ഉദിക്കണ്ട ദിവസം ഉദിക്കണ്ട. നമ്മളിന്ന് പോണ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോപ്പക്കാരനെടുത്ത് അങ്ങനെ നേരെ ഫുജേറ കൽബ അങ്ങനെ ഹത്ത ബോർഡർ ഹൈവേ വലിയ ടൗണുകളിലൊന്നും കയറുന്നില്ല. നേരെ ഉൾറൂട്ടിൽ കൂടെ ഹത്ത ബോർഡർ എത്തുന്നു. അവിടുന്ന് ക്രോസ് ചെയ്ത് പിന്നെ അവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് അവിടുത്തെ ടൗണിലേക്ക് എത്താൻ. എന്തായാലും നമുക്ക് പോണ വഴിയിൽ എല്ലാ വിശേഷങ്ങളും കാണാം. ഓക്കെ. ഷാർജ കൽബ റൂട്ടിലെത്തിക്കുക കേട്ടോ. 3 വരി പാതയാണ്. ഏകദേശം 120 സ്പീഡ് വരെ നമുക്ക് ഈ ഒരു റോഡിൽ സഞ്ചരിക്കാൻ പറ്റും. രാവിലെ തന്നെ അതുകൊണ്ട് തീരെ തിരക്കൊന്നുമില്ല കേട്ടോ. വണ്ടികളൊക്കെ കുറവാണ്. അതുകൊണ്ട് നിസാം പറപ്പിക്കുന്നുണ്ട്. നമുക്ക് ബോർഡറിലേക്ക് 7 മണിയാകുമ്പോഴത്തേന് നമുക്ക് ബോർഡറിലെത്തണം. 7:30 മണിയാകുമ്പോഴത്തേന് ക്രോസ് ചെയ്യണം. അതാണ് നമ്മളെ പ്ലാനിങ്. എല്ലാം ശുഭമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പൾബർ സ്പൾബർ നമ്മൾ കോർപ്പുകാലിൽ മാത്രമേ ടണൽ കണ്ടത്. ഇതാണ് വാദി നമ്മൾ ഇന്നാൾ വന്നിട്ടാ. വാദി മറ്റേ ആങ്കർ ഗാർഡൻ എന്നിട്ട് സംഭവമില്ലേ? അതാണ് ഈ കാണുന്ന കേട്ടാ. ഇതാ കൽബിലുള്ള ആങ്കർ ഗാർഡൻ ആണ്. ഞങ്ങൾ പെരുന്നാളിൽ രാത്രി കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ 2 കൂടെ പോയിട്ടിരിക്കുന്നത് അൽമുനായ റോഡ്. അതാണ് ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അൽമുനായ റോഡ് കുഴപ്പമൊന്നും
ഒന്നുമില്ല. അത്യാവശ്യം അവിടെയൊക്കെ തട്ടലും മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വാജികള് വെള്ളക്കെട്ടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പോയിട്ടിരിക്കണം. ഇനിയിപ്പോൾ ഏകദേശം ഗൂഗിൾ മാപ്പിൽ ഒരു 22 മിനിറ്റും ഒരു 21 കിലോമീറ്ററും കാണിക്കുന്നുണ്ട്. അപ്പോൾ 6:53 നമ്മളൊരു ബോർഡറിൽ എത്തും എന്നാണ് നമ്മളോട് ഗൂഗിൾ പറയുന്നത്. നമുക്കിങ്ങനെ പോയേക്കാം. ഇനി ഒമാനിൽ കയറിയിട്ട് വേണം വല്ലതും തിന്നാൻ. മലയാളി അതാണ് പറയുന്നത്. സ്പൽബർ നിസാം എന്തിലാവട്ടെ നമുക്ക് നേരെ ബോർഡറിൽ നിന്ന് കാണുന്നുണ്ടാവും. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പകർന്നതായിരിക്കും. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ അടുത്ത സുഹൈല ഡാമിലേക്ക് പോയിരിക്കുന്ന വെള്ളാട്ടത്. നല്ല അടിപൊളി സ്ഥലമാണ് സുഹൈല ഡാം എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ UAE-യോട് വിട പറഞ്ഞ് നമ്മൾ ഒമാനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് അവിടെ ചെക്ക് പോസ്റ്റിൽ പോലീസുകാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ എത്തിക്കുകയാണ്. ഹത്ത കസ്റ്റംസ് ബോർഡർ ചെക്ക് പോയിന്റ്. അങ്ങനെ നമ്മളെ ബോർഡറിൽ നിന്ന് തിരിച്ചിട്ട് കാര്യം ഞങ്ങൾ എല്ലാവരും പ്ലിങ് ആയിട്ട് സങ്കടം തീർക്കാൻ ഈ കാണുന്ന ഹോട്ടലിൽ കയറി കണ്ടിട്ട് ഒരു 4 മസാല ദോശ, ഒരു 5-8 പൂരി, ഒരു കടായി ചിക്കൻ എന്തൊക്കെയോ മേടിച്ചു നിന്ന് ഇതേണ്ടിരിക്കണം. എല്ലാം പോയി ഇതേണ്ടിരിക്കണം. സമീപിച്ചിരിക്കും. സ്മൈൽ പ്ലീസ്. പക്ഷെ നമ്മൾ തളരില്ല. നമ്മളടുത്തത് എയർപോർട്ട് ടു എയർപോർട്ട് ഫ്ലൈറ്റ് ത്രൂ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ ഇനി വരാനുള്ളവർക്ക് കണ്ടോ ശ്രദ്ധക്കാണ്. അതായത് സ്വന്തമായിട്ട് വണ്ടി കുടുംബക്കാരായിരിക്കണം. റിലേഷൻ എന്തെങ്കിലും വേണം. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കില്ല. അതുകൊണ്ട് കടത്തി വിടുന്നില്ല. റെസിഡൻസ് വ്യൂസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് കടന്നു പോവാം, പ്രശ്നമല്ല. പക്ഷെ വിസിറ്റ് വ്യൂസക്കാരുണ്ടാവുമ്പോൾ അവർ ബോർഡറിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് വിസ ചേഞ്ചിങ്ങിനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ സത്യാവസ്ഥ പറഞ്ഞ് വിസ ചേഞ്ച് ചെയ്യാനാണ്. അപ്പം എന്നോട് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാരാ ഫ്രണ്ടിൻ്റെ വൈഫാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് മുന്നേ ഉള്ളിൽ മുതിരുണ്ട്, മുതിരിനെ പോയിട്ട് കാണാൻ പറഞ്ഞു. അങ്ങനെ നേരെ മുതിരിനെ പോയിട്ട് കണ്ടപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ചോദിച്ചിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല, യൂട്ടേൺ അടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ ഫാമിലിയാണ്, ഒന്ന് ചേഞ്ച് ആക്കാൻ പറ്റുമോ, ഒന്ന് കടത്തിവിടാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് പറഞ്ഞു. RTAനെ വിളിക്കും. 5000 ദിർഹംസ് വണ്ടിക്ക് ഫൈൻ അടിക്കുന്നതാണ്. അപ്പോൾ ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരെ തിരിച്ച് യൂട്ടേൺ അടിച്ചിട്ട് പോകും. ഇനിയിപ്പോൾ ഇവർക്ക് സമയമുണ്ട് കേട്ടോ, 4 ദിവസം കൂടി സമയമുണ്ട്. അപ്പോൾ നമ്മളൊരു 4 ദിവസം മുന്നെയാണ് ഇവിടെ വന്നത്. അപ്പം ഇനിയിപ്പോൾ നേരത്തെ വന്നുകൊണ്ട് നമുക്ക് കഴിച്ചിലായി. അപ്പം ഇനി വരാൻ ഇങ്ങനെ ബോർഡർ ക്രോസിങ്ങിന് വരാൻ ഉദ്ദേശിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിച്ച് വരട്ടോ. അവസാന ദിവസത്തേക്ക് നിൽക്കണ്ട, ഒരു 2 ദിവസമോ 3 ദിവസമൊക്കെ നേരത്തെ കാലത്ത് വരാം. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻ കേസ് അവർ കടത്തിയിട്ടില്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. എന്നാലും നമ്മൾ തളരില്ല. അത്തല്ലേ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കാണാൻ. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷൻ സുഹൈല ഡാം. അപ്പം നമ്മൾക്ക് നേരെ സുഹൈല ഡാമിൽ പോവാം. അത്താണ് നല്ലൊരു അടിപൊളി അന്തരീക്ഷം ഉണ്ടാവും. ബാക്കിലത് മല, ഇവിടുത്തെ ചെറിയൊരു അരുവി കാര്യങ്ങൾ കേട്ടോ, വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പം നമുക്ക് നേരെ ഡാമിൻ്റെ അടുക്ക് വിടാം. അതിവിടെ ഇങ്ങനെ നിർത്തിയിട്ട് അവിടെ കുറേ ഇഷ്ടംപോലെ വെള്ളക്കെട്ട് കാണുന്നുണ്ട്. നേരെ നമുക്ക് അങ്ങോട്ട് വിടാം. ഒരുപാട് കാട്ടിൻകൂട്ടുകൾ വരുന്നുണ്ട്. വണ്ടി നിർത്തി കൊടുക്കാൻ പോയിക്കോട്ടെ. ഓട്ടി വാ. ഇത് ഇവിടുത്തെ ഫാമിൽ വളർത്തണം. അതിന്റെ ചെവിപോലെ കണ്ടില്ലേ? ഓ അവിടെ ജമ്മിനാ പ്യാരൊന്നല്ലത്. ഇങ്ങനെയല്ല ജമ്മിനാ പേര്, ഇങ്ങനെയല്ലടാ.
അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ കൽപ്പേള ജമുന പിയാരിയാണോ അതോ ഇനി ആടാണോ എന്നുള്ളത്, സാധാ ആടാണോ എന്നുള്ളത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ അതും തേടിയുള്ള നമ്മളെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതാ കാണുന്ന കണ്ടില്ല ആള്. ഓ പൊളി പൊളി വൈബ്. പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് തണവിന്റെ ടൈമിൽ വരണം. ഗായ്സ് ഞങ്ങൾ പെട്ടു. ഗായ്സ് ഞങ്ങൾ പെട്ടു. ഗായ്സ് വീണ്ടും ഞങ്ങൾ പെട്ടു. ഗായ്സ് അടിപൊളി ഏരിയ കേട്ടോ. പക്ഷെ നമ്മള് വന്ന ഏരിയ കാണുന്ന പോലെയല്ല, സംഗതി നല്ല രസമാണ്. കിഡിലോസ്ക്കാണ്. കിഡിലോസ് അറേബ്യൻ ഓറിക്സ് എന്ന് പറഞ്ഞിട്ടൊരു മൃഗത്തിന്റെ ഒരു പിക്ചറും അതിന്റെ ഒരു ഷെഡും കാര്യങ്ങളും അവിടെ നിൽക്കുന്ന ഒരു മൃഗമാണത്. വലിയ കൊമ്പുണ്ട് ഇതിന്റെ. അത്യാവശ്യം നല്ല നീളമുള്ളൊരു കൊമ്പാണ്. അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത് ഓറിക്സ് ലുക്കോറിക്സ്. അങ്ങനെ തന്നെയല്ലേ വായിക്കുക? ഇതെവിടെ ഉണ്ട് ഓറിക്സ് ലുക്കോറിക്സ്, അങ്ങനെ തന്നെയാണ് വായിക്കാന്നറിയില്ല. ഇനിയിപ്പോൾ ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോളൂ കേട്ടോ കാണുന്നവരുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റസിന് വൾണറബിൾ ആണ്. പിന്നെ ബ്രീഡിങ് സീസൺ വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ ഇത് ബ്രീഡിങ് സീസൺ ആണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ ഫോർ എനിമൽസ് ബാസ്. ഡു നോട്ട് ഫീഡ് ദ എനിമൽസ്. ഒരിക്കലും ഫീഡ് ചെയ്യരുത്. ഡു നോട്ട് ആൻഡ് ദ എനിമൽസ്. ഡു നോട്ട് ഡിസ്റ്റർബ്. ഓക്കെ, സൈലന്റ് ആയിട്ട് മാന്യമായ രീതിയിൽ കാണാൻ പോവാം. പൊള്ളി വൈബ് കേട്ടാ. ഫുൾ വാട്ടർ സപ്ലൈ. ഇവിടുന്ന് മുതൽ ആ കാണുന്ന ഏരിയ കംപ്ലീറ്റ് വെള്ളം കേട്ടോ. അപ്പുറത്താണ് സുഹൈല ഡാം വരുന്നത്. അപ്പുറത്താട്ടോ ആ ഏരിയയിലാണ് സുഹൈല ഡാം വരുന്നത്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ആ കാണുന്ന റൂട്ടിൽ കൂടെ കയറിയിട്ട് വേണം നേരഞ്ഞ് സുഹൈല ഡാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വാവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. മലകളും കുന്നുകളും പിന്നെ പച്ചപ്പും ഈ വെള്ളവും അതിൻ്റെ കൂടെ മിച്ചുപ്പാ സൂപ്പർ സൂപ്പർ നൈസ്. ആ പള്ളിയുടെ പെണ്ണ് കാണാനുള്ള വ്യൂ സൂപ്പറാണ്. ഇവിടെ ചുറ്റോറെ തന്നെ കേട്ടോ മലകൾ തന്നെയാണ്. അടിപൊളി തന്നെയാണ്. ഈത്തപ്പഴ തോട്ടങ്ങളും മാർവലസ് ഗായ്സ്, മാർവലസ്. ഒന്നും പറയാല്ല. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്ര കാലം ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇപ്പം ചങ്കള ഇതാണ് നമ്മളെ സുഹൈല ഡാം കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ട് ടിക്ടോക്കിലൊക്കെ തരംഗം സൃഷ്ടിച്ച നമ്മളെ സുഹൈല ഡാമിലേക്ക് നമ്മൾ പോയിട്ടിരിക്കുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ അരുവികൾ, വെള്ളക്കെട്ടുകൾ, പിന്നെ ഇത് സാധാ നമ്മളവിടെ കാണുന്ന പുല്ലൊക്കെ തന്നെ കേട്ടോ. കണ്ടൽക്കാട് പോലെ ഇങ്ങനെ പുല്ലിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു അടിപൊളി പാറക്കെട്ട് സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മളെ വ്ളോഗിങ്ങിൻ്റെ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണം കേട്ടോ. ഓക്കെ, ഇത് നമ്മൾക്കപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവാം. അത്യാവശ്യം നൈസായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന്, ആ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡാം. അത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കിടക്കുന്നു കേട്ടോ. ഉള്ളിലേക്ക് പോവാണ്. ഫേമസ് അത്യാവശ്യം നല്ല ഒഴുക്കനെ കേട്ടോ. അത്യാവശ്യം നല്ല ഒഴുക്കനെയാണ് കാണുന്നത്. പൊളിയാണോ മക്കളെ? പൊളി വൈബ് പൊളി. നേരത്തെ നല്ല ഒഴുക്കാട്ടോ. സൂപ്പർ ഒഴുക്കാണ്. ഇവിടെയൊക്കെ നല്ല പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ വഴുക്കാനും ഇതിനൊക്കെ സാധ്യത ഉണ്ട്.
അപ്പോൾ നമുക്കറിയാത്തൊരു സ്ഥലങ്ങളിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുമ്പോഴോ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് കളിക്കുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്നും പറയാനില്ല, ആസോ മോശമോ എന്ന് പറയാം. അടിപൊളി. പൊളിയാണ് പൊളിയാണ്. വന്നോളി, അടിച്ചു പൊളിച്ചോളി, അടിച്ചറുമാടിച്ച് പൊളിച്ചോളി. അടി നല്ല തണുത്ത വെള്ളം. ഈ അരുവികള് ഇങ്ങനെ ഒഴുകി 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 എവിടെക്കോ പോകുന്നുണ്ട്. സുഹൈല ഡാം. ബോയ്സ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അത്ത ഒമാന്? അങ്ങനെ പ്ലാൻ നമ്പർ 1 പാളിയെങ്കിലും നമ്മുടെ പ്ലാൻ നമ്പർ 2 സക്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. എൻ്റെ മോനെ അഞ്ഞാഴി വീഴാണല്ലോ. അയ്യോ holy view bro.